അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പ്രൊപ്പഗണ്ടയെ സംബന്ധിച്ചിട്ടുള്ള സംസാരം വളരെ ഗൗരവതരമായ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു പഠനം തന്നെ പോപ്പുലർ കൾച്ചറിലെ പ്രതിനിധാനങ്ങളെ സംബന്ധിച്ചതായിരുന്നു. പ്രത്യേകിച്ചും മലയാള സിനിമയിലെ മുസ്ലിയാർ പ്രതിനിധാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ളൊരു പഠനമായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങളിലെ പ്രതിനിധാനങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളിൽ, വായനകളിൽ, ഗവേഷണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായി എനിക്ക് കാണാൻ കഴിഞ്ഞത്, ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ അപകടകരമായ രീതിയിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം കൃത്യമായി അവരുടെ പ്രൊപ്പഗണ്ട ഡിസിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉള്ള മാധ്യമങ്ങളെ അവർ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിച്ചത്. അപ്പൊ ഈ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഒരു നുണ പറയലല്ല പ്രൊപ്പഗണ്ട. എന്നാൽ നുണ പറയുന്നത് എന്നുള്ളതിനെ നമുക്ക് നുണ പറയുക എന്ന് തന്നെ നിർത്താം. മിസ്ഇൻഫർമേഷനും ഫേക്ക് ന്യൂസും എന്നൊക്കെ പറയുന്ന സംഗതികൾ തന്നെയും ഈ പ്രോപ്പഗണ്ട എന്ന് പറയുന്ന വലിയൊരു സിസ്റ്റത്തിന്റെ ചില ടൂളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പ്രോപ്പഗണ്ടയെ കുറിച്ച് 1600കളിലൊക്കെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന കത്തോലിക് ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ അവരുടെ ദഅ്വ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന വാക്ക് പിന്നീട് രൂപാന്തരപ്പെടുന്നത്. പക്ഷെ 19ാം നൂറ്റാണ്ടാവുമ്പോഴേക്കുമാണ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന ഒരു പദത്തിന് നെഗറ്റീവ് കൊണറ്റേഷൻ നമ്മൾ കണ്ടെത്തുന്നത്. വീണ്ടും 1930കളിൽ ജർമ്മനിയിൽ സജീവമായ നാസി ഫാഷിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രോപ്പഗണ്ട മിനിസ്റ്റർ ആയിരുന്ന ജോസഫ് ഗീബൽസ് ആണ് പ്രോപ്പഗണ്ട എന്ന് പറയുന്ന പദത്തിന്റെ ടെർമിനോളജിയിലെ അതിന്റെ ഒരു ഡീപ്പർ മീനിങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം ഒരുക്കുന്നത്. ഒരു നുണ, നേരത്തെ പറഞ്ഞ ഒരു നുണ വെറുതെ പറഞ്ഞ പോലെയല്ല, ആ നുണയുടെ ഇംപ്ലിക്കേഷൻ എങ്ങനെ ആയിരിക്കണമെന്നതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു താല്പര്യം, അതിന്റെ പ്രസാദനം കൃത്യമായി ഗീബൽസ് നടപ്പിലാക്കി എന്നുള്ളതാണ് നാസിസത്തിന്റെ പ്രത്യേകത. നമ്മൾ ഈ നാസി ജർമ്മനിയുടെ അവസാന കാലഘട്ടങ്ങളിൽ, അതായത് 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടടുക്കുമ്പോൾ ഹിറ്റ്ലർക്കും ഹിറ്റ്ലറുടെ സിൽബന്ധികൾക്കുമെതിരായി ജർമ്മനിക്കകത്ത് തന്നെ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തന്നെ ചില എതിർ ശബ്ദങ്ങളും വധശ്രമങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു പോകുകയും അത്ര എളുപ്പത്തിൽ അകത്തുനിന്ന് തകർക്കാൻ പറ്റാത്തൊരു സംവിധാനമായി നാസി ജർമ്മനി നിലനിന്നു പോകുന്നത്, പലപ്പോഴും ഹിറ്റ്ലർക്കെതിരായ വധശ്രമങ്ങളെ ഹിറ്റ്ലർ അതിജീവിച്ചു പോകുന്നതൊക്കെ ഗീബൽസ് വളരെ രൂഢമായി ജർമ്മനിയിലെ ആളുകളുടെ മനസ്സിലേക്ക് ആഴത്തിൽ വേരാഴ്ത്തിയിട്ടുള്ള ഈ പ്രൊപ്പഗണ്ടയുടെ ഫലമായിട്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പ്രൊപ്പഗണ്ട എന്ന് പറയുമ്പോൾ അതും പെർസുവേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. എന്താണ് പ്രോപ്പഗണ്ടയും പെർസുവേഷനും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ സാധാരണ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ ആശയവിനിമയങ്ങൾ, ആശയ സംവാദങ്ങൾ, അത് നമുക്ക് ഒരു ലളിതമായി പെർസുവേഷൻ എന്ന് പറയാം. പരസ്പര ബഹുമാനത്തോടു കൂടി അറിയാനും അറിയിക്കാനും വേണ്ടി നടത്തുന്ന സംവാദങ്ങൾ. അവിടെ 2 തരത്തിലുള്ള വിവിധ പേഴ്സ്പെക്റ്റീവുകളിൽ നിന്നുള്ള ആശയങ്ങളുടെ ഒഴുക്കുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. പ്രൊപ്പഗണ്ടയിൽ കാണുന്നത് മങ്കി ബാത്താണ്. അത് ഏകശിലാത്മകമായ, അത് വൺ ചാനലൈസ്ഡ് ആയിട്ടുള്ള, ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് ഒരേ ദിശയിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെ, വിവരങ്ങളുടെ ഡിസമിനേഷനാണ്. ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. നമ്മൾ പറയില്ലേ, ഇങ്ങോട്ട് ചോദ്യങ്ങൾ എടുക്കില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ എന്താ ചെയ്യാ, റേഡിയോയിൽ കേൾപ്പിക്കും.
എനിക്ക് പറയാനുള്ളത്, ഞാൻ ടി വിയിൽ സ്ക്രിപ്റ്റഡായി പ്രോംപ്റ്റർ വെച്ച് ഒരു വീഡിയോ ആക്കി നിങ്ങളെ കേൾപ്പിക്കും. ഇനി ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ സബ് ടെക്സ്റ്റുകൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ IT സെല്ല് വഴി പ്രചരിപ്പിക്കും. അത് ലക്ഷക്കണക്കിന് വരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്കും വാട്ട് എവർ ദ മീൻസ് അതിലെല്ലാം ഡിസിമിനേറ്റ് ചെയ്യപ്പെടും. അത് താഴെത്തട്ടിലേക്ക് എത്തും. ഇത് സത്യമാണോ നുണയാണോ എന്ന് ചിന്തിക്കാൻ പോലും ആകാത്ത വിധമാണ് ഇതിന്റെ പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെയാണ് മിസ്ഇൻഫർമേഷൻ വരുന്നത്, അവിടെയാണ് ഫേക്ക് ന്യൂസുകൾ ഉണ്ടാവുന്നത്, തെറ്റായ വിവരങ്ങളും വാർത്തകളും പ്രചരിപ്പിക്കപ്പെടുന്നത്. ഈ പ്രൊപ്പഗണ്ടയുടെ വലിയൊരു താല്പര്യം സാധൂകരിക്കാനുള്ള ടൂളുകളായി ഇതെല്ലാം മാറുന്നു എന്നുള്ളതാണ്. 1937 ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രോപ്പഗണ്ട അനാലിസിസ് ഒരു 7 ക്ലാസിക് ടെക്നിക്സ് ഓഫ് പ്രോപ്പഗണ്ട എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളെ പട്ടികപ്പെടുത്തുകയുണ്ടായി. അന്ന് പട്ടികപ്പെടുത്തിയ മിക്ക കാര്യങ്ങളിൽ നിന്നും നമ്മൾ വളരെ ദിനേന എന്നോണം നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ലളിതമായി പറയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 ജനറൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തുണ്ടായ പ്രോപ്പഗണ്ട നിർമ്മിതികളുടെ ഒരു സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ, നാസികളുടെ കാലത്ത് എങ്ങനെയാണോ പ്രോപ്പഗണ്ടകൾ ഉണ്ടാക്കിയിരുന്നത്, എങ്ങനെയാണത് പ്രചരിപ്പിച്ചിരുന്നത്, എങ്ങനെയാണ് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത്, അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ലേബലിംഗ്. ലേബൽ ചെയ്യുക. നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവാണെങ്കിൽ നിങ്ങൾ അർബൻ നക്സലാണ്. നിങ്ങളൊരു മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിഹാദിയോ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവനോ കട്വയോ മുല്ലയോ ഒക്കെയാണ്. നിങ്ങൾ ദളിതനാണ് എന്നുണ്ടെങ്കിൽ അതിനും അവർക്ക് പേരുകളുണ്ട്. നിങ്ങൾ ആദിവാസിയാണെങ്കിൽ പേരുകളുണ്ട്. സോ നിങ്ങൾ ഡിസെന്റിന്റെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ യു വിൽ ബി ബ്രാൻഡഡ് വിത്ത് സംതിങ് എൽസ്. അപ്പോൾ നിങ്ങൾ ആന്റി നാഷണൽ ആകും. അങ്ങനെ ലേബലിംഗ് ഉണ്ടാവും. ആ ലേബലിംഗ് മാത്രം മതിയാവും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, പിന്നെ ഭീമാ കൊറഗാവൺ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് അക്കാഡമീഷ്യൻസിനെയും ആക്ടിവിസ്റ്റുകളെയും രാജ്യത്ത് വേട്ടയാടി. ഫാദർ സ്റ്റാൻ സ്വാമി മതിയായ ചികിത്സ പോലും കിട്ടാതെ കാരാഗ്രഹത്തിൽ വിചാരണ തടവുകാരനായി കിടന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഡൽഹിയിലെ വളരെ മുതിർന്ന പ്രൊഫസറായിരുന്ന പ്രൊഫസർ ഹാനി ബാബു എത്രയോ ദിവസങ്ങൾ ജയിലിൽ കിടന്നു. വിചാരണ തടവുകാരായി രാജ്യത്ത് ശ്രദ്ധേയരായ വിദ്യാർത്ഥി നേതാക്കന്മാർ, ഇപ്പൊ എന്റെ കൂടെയൊക്കെ CA സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മീറാൻ ഹൈദർ അടക്കമുള്ള ആളുകൾ, JNUവിലെ വിദ്യാർത്ഥികളായിരുന്ന ഉമർ ഖാലിദും ഷർജിൽ ഇമാമും അടക്കമുള്ള ആളുകൾ, എത്രയോ ആളുകൾ ഇപ്പോഴും ജയിലില്ല, വിചാരണ തടവുകാരായി ജയിലിലാണ്. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഫറിങ്ങിനെ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻജസ്റ്റിസിനെ എങ്ങനെയാണ് അവർ സാധൂകരിക്കുന്നത് നോക്കിയേ. ബൈ ലേബലിംഗ് ദം വിത്ത് സംതിങ്. അവർ ആന്റി നാഷണൽ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അവർ ചെയ്തത് ആന്റി നാഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ആണോ, രാജ്യദ്രോഹപരമായ എന്തെങ്കിലും ആണോ എന്നുള്ളൊരു ചോദ്യമേ അവിടെ ഇല്ല, ചർച്ചകളില്ല. അത്രയും കൂടുതൽ സെൻസേഷണലൈസ് ചെയ്യാൻ പറ്റുന്ന ചില പദപ്രയോഗങ്ങൾ വെച്ച് ലേബൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ എല്ലാം കഴിയും. അവിടെ വ്യവഹാരങ്ങൾ അവസാനിക്കുകയാണ്. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് മാത്രം ഒഴുകുന്ന പ്രത്യേക തരത്തിലുള്ള വിവരങ്ങളുടെ ഒഴുക്കിലേക്ക് ഈ പ്രൊപ്പഗണ്ട സാധൂകരിക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പൊതുവെ സമൂഹത്തിൽ ആളുകൾ ആദരിക്കുന്ന ചില സാധനങ്ങളെ പാട്രണൈസ് ചെയ്യാം. ആളുകൾ ആദരിക്കുന്ന സാധനം, ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതൊരു മതാത്മക സമൂഹമാണ്. നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. ഇവിടെ മതം എന്ന് പറയുന്നത്, മതത്തിന്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങളെല്ലാം വളരെയധികം ആളുകൾ ആദരവോടുകൂടി കാണുന്ന സംഗതി. ഇതിന് പാട്രണൈസ് ചെയ്യാം. നിങ്ങൾ നോക്കിയേ, അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പണി തീരും മുമ്പേ 2024 ജനുവരിയിൽ തന്നെ അതിന്റെ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ഉള്ളൊരു ഒരാൾ ഒരു രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിന്റെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന്റെ പണി പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2024-25 സാമ്പത്തിക വർഷത്തിൽ 300 കോടിയിലധികമാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ വരുമാനം. ആദ്യത്തെ വർഷം, ഞാൻ ഈ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സമയത്ത്, ഓഗസ്റ്റ് ഒക്കെ സെപ്റ്റംബർ ആകുമ്പോഴേക്കും പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. 2025 മുതൽ ഇങ്ങോട്ട് നടന്ന അഴിമതിയുടെ കണക്കുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പാട്രണൈസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാ?
എന്തിനു വേണ്ടിയിട്ടാ? മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും ഒരു വൈകാരികതയെ മുതലെടുക്കാൻ വേണ്ടി. അയോധ്യയിലേക്ക് രാമനെ കൊണ്ടുവന്നത് ആരാണോ അവർക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് അക്കാലഘട്ടത്തിൽ BJPയുടെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉണ്ടായിരുന്നത്. ക്വൈറ്റ് ബ്ലാസ്ഫമസ് ഐ തിങ്ക്. ആലോചിച്ചു നോക്കിയേ, എന്ത് മതനിന്ദയാണത്, രാമനിന്ദയാണത്. പക്ഷെ അതേക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവില്ല. കാരണം അവിടെ ഒരു പാട്രണേജ് വരുന്നുണ്ട്. അത് വളരെ ബുദ്ധിപരമായ രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിസ്ഇൻഫർമേഷന്റെ കാര്യം തന്നെ എടുക്കാം. 2017 US ബെർക്ലി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഒരു ലെക്ചർ നടത്തുന്നുണ്ട്, രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ആരോപണം, BJPയുടെ പാർട്ടി ഓഫീസിൽ, ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ പാർട്ടി ഓഫീസിൽ ഒരു ഫ്ലോർ നിറയെ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ പപ്പു എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ കഴിവ് കെട്ടുവാനായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്കെതിരെ നുണകൾ പടച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വളരെ അതിശയത്തോടു കൂടിയാണ് ആ സംഗതി നോക്കിക്കണ്ടത്. എൻ്റെ കൂടെ 2019 MCRCയിൽ PhDക്ക് എൻറോൾ ചെയ്ത സോമ ബസു, അവര് ഒരു ബംഗാളിയാണ്, ജേർണലിസ്റ്റ് ആയിരുന്നു. അവരിപ്പോ ഒരു സ്കാൻഡിനേവിയൻ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയണേ തന്നെ വടക്ക് കിഴക്കൻ ഡൽഹിയിലെ 2020 ഫെബ്രുവരിയിൽ നടന്ന കലാപം എങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടത് എന്ന അന്വേഷണമായിരുന്നു. പക്ഷെ അതൊരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ അതിനുള്ള ഭാവി, അങ്ങനെ ഒരു റിസർച്ചിന് ഭാവി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. മേ ബി അതുകൊണ്ട് അവർ മൂവ് ചെയ്തു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു വാട്സപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അതിലെ വിവിധ ഗ്രൂപ്പുകളിലൂടെയാണ് ഒരു കലാപം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദ കൾച്ചർ ഓഫ് സസ്പീഷൻ എന്ന് പറയുന്ന രാധിക സുബ്രഹ്മണ്യം എഴുതിയ വളരെ ശ്രദ്ധേയമായ ഒരു പഠനമുണ്ട്. രാധിക സുബ്രഹ്മണ്യത്തിന്റെ ദ കൾച്ചർ ഓഫ് സസ്പീഷൻ എല്ലാവരും വായിച്ചിരിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. 1992-ലും 93-ലൊക്കെ ബോംബെയിലുണ്ടായ കലാപങ്ങളിൽ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഫേക്ക് ന്യൂസുകൾ, മിസ്ഇൻഫർമേഷൻസ് ഉപയോഗിക്കപ്പെട്ടത് എന്നാണ് അന്വേഷണം തന്നെ. ആളുകളുടെ ഇടയിൽ അനാവശ്യമായ ഭയമുണ്ടാക്കുന്നു, സംശയമുണ്ടാക്കുന്നു. ആ സംശയങ്ങളും ഭയവും നിർമ്മിച്ചതിന് ആ നിർമ്മിതിയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പല കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്. 2020 അത് സംഭവിക്കുന്നുണ്ട്. 2020 എന്താണ് ഡൽഹിയിൽ നടക്കുന്നത് വെച്ചാൽ 2020 ഏപ്രിൽ മാസത്തിൽ ഡൽഹിയിലെ ഇലക്ഷൻ നടക്കാനിരിക്കുന്നു. 2019 ഡിസംബറിൽ ജാമിയ മില്ലിയയിലും അതുപോലെ തന്നെ ഷഹീൻ ബാഗിലും സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ട ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ആന്റി CA മൂവ്മെന്റ്. അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി സംഘപരിവാർ നെറേറ്റീവുകൾ അവരുണ്ടാക്കിയ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് അങ്ങേറ്റം ഹീനമായ പ്രൊപ്പഗണ്ടയായിരുന്നു. അതിൽ ചെറുതും വലുതും നമ്മൾ സില്ലിയാണെന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ഏറ്റവും വലിയ ആഘാതമായി ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. 2020 ജനുവരി 30 രക്തസാക്ഷി ദിനത്തിന്റെ അന്ന്, ബാപ്പുജിയുടെ രക്തസാക്ഷി ദിനത്തിന്റെ അന്ന് ഞങ്ങള് രാജ്ഘട്ടിലേക്ക് ഒരു സമാധാന സന്ദേശ യാത്ര നടത്തുകയാണ്. ജാമിയ കോർഡിനേഷൻ കമ്മിറ്റി, അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. വളരെ സമാധാനപരമായ ഒരു യാത്ര. മുദ്രാവാക്യങ്ങൾ പോലും ഇല്ല, കാരണം രക്തസാക്ഷി ദിനമാണ്. അതേസമയം ഞങ്ങളുടെ സൈലൻസ് തന്നെ വളരെ ശക്തമായൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അന്ന് ആ റാലിക്കിടയിലേക്ക് ഒരാൾ നുഴഞ്ഞു കയറി. അയാൾ റാലിയുടെ ഏകദേശം മുമ്പിലെത്തിയപ്പോ ഒരു 40 അടി മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ നിറയൊഴിച്ചു. അയാളുടെ കയ്യിൽ ഗാന്ധിയെ നിറയൊഴിച്ച് ബെറേട്ട പോലെയുള്ള ഒരു തോക്കുണ്ടായിരുന്നു, ഒരു നാടൻ തോക്ക്. ബെറേട്ട പോലെയൊന്നുമല്ല, ബെറേട്ട ഇറ്റാലിയൻ നിർമ്മിത റിവോൾവർ ആണെങ്കിൽ, പിസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു നാടൻ തോക്ക്. ആ നാടൻ തോക്കിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് ഡൽഹിയിലെ ജാമിയ മില്ലിയ. കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ഒരു സർവകലാശാല. അവിടുത്തെ വിദ്യാർത്ഥികൾ രാജ്യത്ത് അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണെന്ന് പറയുന്ന ഒരു നിയമനിർമ്മാണത്തിനെതിരെ, വിഭജനാത്മകമാണ് എന്ന് പറയുന്ന ഒരു നിയമനിർമ്മാണത്തിനെതിരെ സമാധാനപരമായി നടത്തുന്ന ഒരു പ്രതിഷേധ മാർച്ചിന് നേരെയാണ് ഈ നിറയൊഴിക്കുന്നത്. നിറയൊഴിച്ച ആളുടെ പേര് രാം ഭക്ത് ഗോപാൽ എന്നായിരുന്നു.
നാഥുറാം വിനായക് ഗോഡ്സെ എന്നൊരാൾ 1948 ജനുവരി 30 മഹാത്മാഗാന്ധിയെ കൊന്നുവെങ്കിൽ ഇത്ര വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു റാം ഭക്ത് ഗോപാൽ നിറയൊഴുക്കിയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ. ആ മോട്ടീവ്, അങ്ങനെ ആ ക്രൈമിന്റെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ള അന്വേഷണം വളരെ ലളിതമായിരുന്നു. ചെന്നെത്തുന്ന എവിടെയാണെന്നറിയോ? 2020 തുടക്കത്തിൽ ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം, അത് 2019 ഒടുക്കത്തിൽ ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം CA വിരുദ്ധ സമരങ്ങൾക്ക് നേരെ സംഘപരിവാർ ഒരുക്കിയ ചില പരിപാടികളിൽ, സംഗമങ്ങളിൽ കേന്ദ്രമന്ത്രിമാരായിരുന്ന ആളുകൾ വരെ ഉയർത്തിയിരുന്ന ഒരു മുദ്രാവാക്യം, ഗോലി മാറോ സാലോങ്കോ, ദേശ് കോ ഗദ്ദാറോങ്കോ ഗോലി മാറോ സാലോങ്കോ. ഈ ഗോലി മാറോ സാലക്ക്, അവരെ വെടിവെച്ചു കൊല്ലൂ എന്ന് പറയുന്ന ഈ മുദ്രാവാക്യം എങ്ങനെയാണ് ആളുകളുടെ ഇടയിലേക്ക് ചാനലൈസ് ചെയ്യപ്പെട്ടതെന്ന് നോക്കി. രാം ഭക്ത് ഗോപാൽ പീനലൈസ് ചെയ്യപ്പെട്ടില്ല, ശിക്ഷിക്കപ്പെട്ടില്ല, കോടതിയിലെത്തിയില്ല, എവിടെയും എത്തിയില്ല. അയാളെ രക്ഷപ്പെടുത്തി. ഞങ്ങൾ അയാളെ പിടികൂടുന്നതിന് മുമ്പ് തന്നെ പോലീസ് അത്രയും നേരം വെടിവെക്കുന്നത് അടക്കം കൈകെട്ടി നോക്കിയെന്ന പോലീസ് പിന്നീട് തൊട്ടടുത്ത നിമിഷം കുതിച്ചെത്തി അയാളെ രക്ഷിച്ചുകൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വരുന്നത് മുദ്രാവാക്യങ്ങൾ, സിനിമയിൽ കാണുന്ന ചില കാര്യങ്ങൾ, ചാനൽ ചർച്ചകളിൽ വളരെ സെൻസേഷണലൈസ് ചെയ്യപ്പെടുന്ന പ്രൈം ടൈം ചാനൽ ചർച്ചകളിൽ ചില ചോദ്യങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കെട്ടഴിച്ചു വിടുന്ന നുണകൾ, ഇതൊക്കെ മതിയാകും. രാജ്യത്ത് ഞാൻ ഈ പറയുന്ന പോലെ വലിയൊരു ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന മാനിപ്പുലേഷൻ ഓഫ് കോഗ്നിഷനാണ്. Manipulating the cognition, manipulating the perspective, അതാണ് പ്രൊപ്പഗണ്ട വിത്ത് എ സർട്ടൻ ഇന്റന്റ്. ആ ഇന്റന്റ് എന്താണ്? ഇവിടെ അദറൈസ് ചെയ്യപ്പെടണം ഒരു വിഭാഗത്തെ, അപരവൽക്കരിക്കുക എന്നുള്ളതാണ്. ആ അപരവൽക്കരണം സാധൂകരിക്കാൻ വേണ്ട എല്ലാം ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾ 2001 സെപ്റ്റംബറിൽ നടന്ന 9/11, അതിനുശേഷമുണ്ടായ വാർ ഓൺ ടെറർ നോക്കുക. അഫ്ഗാനിസ്ഥാനിൽ, ഇറാഖിൽ ഒക്കെ നടന്ന കുരുതികൾ, മനുഷ്യക്കുരുതികൾ, ആ കുരുതികളെല്ലാം സാധൂകരിച്ചത് എങ്ങനെയായിരുന്നു? ഇപ്പൊ ഇറാഖിൽ ആ യുദ്ധത്തെ സാധൂകരിക്കുന്നത് വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ സദ്ദാം ഹുസൈന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഒരു ആയുധവും അവിടെ നിന്ന് പിന്നീട് കണ്ടെടുക്കുന്നില്ലെന്നും മാത്രമല്ല, പിൽക്കാലത്ത് അമേരിക്കയും UK-യും ബ്രിട്ടനും അന്നത്തെ യുദ്ധം തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഈ യുദ്ധം സാധൂകരിക്കാൻ പിന്നീട് അതിനെ അപലപിച്ച കോളിൻ പവൽ, അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോളിൻ പവൽ, UN-ൽ നടത്തുന്ന ഒരു പ്രസന്റേഷനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വെൽ ബാക്ക്ഡ് വിത്ത് എവിഡൻസ് എന്ന് പറയുന്ന ആ പ്രസന്റേഷൻ പിന്നെ പറഞ്ഞു ബാക്ക്ഡ് വിത്ത് നോ എവിഡൻസ്, ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രോപ്പഗണ്ട. ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു താല്പര്യത്തിന് സാധൂകരിക്കാൻ കഴിഞ്ഞു. അതിനാണ് മാനുഫാക്ചറിങ് കൺസെന്റ് ഉണ്ടാവുന്നു, സമ്മതം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പൊ നോക്ക്, രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ് ആര്യൻ സുപ്രീമസി സ്ഥാപിക്കാൻ വേണ്ടി ഹിറ്റ്ലർ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അവിടെയുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒക്കെ കാരണം ജർമ്മനിയിൽ ഉണ്ടായിരുന്ന, പോളണ്ടിൽ ഉണ്ടായിരുന്ന ജൂതന്മാരാണ് എന്ന നുണ പറഞ്ഞു ഹിറ്റ്ലറും ഗീബൽസും. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മയുണ്ട്. കഴിഞ്ഞ 50 വർഷത്തെ ഏറ്റവും ഗുരുതരമായ തൊഴിലില്ലായ്മയുണ്ട്. ലോകത്തെ ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീഡം പ്രസ് ഇൻഡെക്സിൽ നമ്മൾ പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ചാൽ, ലോകത്ത് 100 മലിനീകരിക്കപ്പെട്ട നഗരങ്ങൾ എടുത്താൽ 98 നഗരങ്ങളും ഇന്ത്യയിലാണ് എന്ന സാഹചര്യം ഉണ്ടായി അടുത്ത്. ലോകത്തെ ഏറ്റവും പൊല്യൂട്ടഡായ ക്യാപിറ്റൽ സിറ്റി, അത് ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയാണ്. ഇതേപ്പറ്റി ചോദ്യങ്ങൾ ഉണ്ടായാൽ, പുണ്യ നദികളായ യമുനയും ഗംഗയും എന്തുകൊണ്ട് മലിനീകരിക്കപ്പെടുന്നു, നമാമി ഗംഗക്ക് എന്തുപറ്റി, അതിലേക്കുള്ള ഫണ്ടുകൾക്ക് എന്തുപറ്റി എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡിസെന്റുകൾ ഉണ്ടാകുമ്പോൾ അവർ പറയും, നിങ്ങളുടെ ഇടയിൽ ചില പ്രത്യേക വിഭാഗം ആളുകളുണ്ട്, അവരെ വേഷം നോക്കി തിരിച്ചറിയാം, അവരുടെ പേര് നോക്കി തിരിച്ചറിയാം, അവരുടെ സംസാരം നോക്കി തിരിച്ചറിയാം, അവരുടെ ഭക്ഷണങ്ങൾ വ്യത്യസ്തമാണ്, അവർ പാകിസ്ഥാനിലോട്ട് പോകേണ്ടവരാണ്, either go to Pakistan or go to Kabristan എന്ന് പ്രസംഗിച്ചിരുന്ന ആളല്ലേ ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. See the irony, we are in a democracy and what we are experiencing is bullshit. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ രൂപത്തിൽ സാധൂകരിക്കപ്പെടുകയാണ് എല്ലാം. ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളും അതൊരു വിഭാഗം ആളുകൾ ഉണ്ടാക്കുകയാണെന്ന് പറയാണ്. ഈ രൂപത്തിൽ കൺസെന്റ് മാനുഫാക്ചർ ചെയ്യാണ്. ഫോർ വാട്ട്? ഇപ്പൊ നിങ്ങൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നോക്കിയേ. ഹമാസ് ഒക്ടോബർ 7 നടത്തിയ ആക്രമണം, പേഴ്സണലി എനിക്ക് ഹമാസിനോട് താല്പര്യമില്ല. ഹമാസ് ഒക്ടോബർ 7 നടത്തിയ 2023 ഒക്ടോബർ 7 നടത്തിയ പിന്നെ ഒരു ആക്രമണത്തോടു കൂടിയാണോ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ഉണ്ടാവുന്നത്? ആണോ? അവിടെ 1100ഓളം ആളുകൾ മരിച്ചു. അതിൽ സിവിലിയൻസ് ഉണ്ട്. ഞാനിതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദർശം എന്ന് പറയുന്നത്, ഒരു യുദ്ധത്തിലായിരിക്കെ ഒരു കുട്ടിയെ, ഒരു വയോധികനെ, ഒരു സ്ത്രീയെ, ഒരു നിരാലംബനായ മനുഷ്യനെ നോവിക്കരുതെന്ന്, അനാവശ്യമായൊരു മരച്ചില്ല പോലും ഒടിച്ചു കളയരുതെന്ന് പഠിപ്പിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സങ്കല്പങ്ങളുടെ മേൽ കെട്ടിപ്പെട്ട റെസിസ്റ്റൻസ് മൂവ്മെന്റിന് ഒരു കാരണവശാലും സിവിലിയൻസിനെ ആക്രമിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തു ആയിക്കോട്ടെ, അവരെങ്ങനെ അവരുടെ പ്രതിരോധം നടത്തണം, എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെ ചെറുത്ത് നിൽക്കണം, ജനസൈഡിനെ എങ്ങനെ ചെറുക്കണം, ഇൻവേഷൻ എങ്ങനെ ചെറുക്കണം, അപ്പാർത്തിഡിനെ എങ്ങനെ ചെറുക്കണം എന്ന് ക്ലാസ് എടുക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് 1100 ആളുകൾ കൊല്ലപ്പെട്ടു എന്നതുകൊണ്ടാണ് 70,000 ആളുകളുടെ കൊലപാതകത്തെ, കൂട്ടക്കുരുതിയെ, അവർക്ക് ഭക്ഷണം നിഷേധിക്കലിനെ, വെള്ളം നിഷേധിക്കലിനെ, കുഞ്ഞുമക്കളെ, 20,000-ൽ പരം കുഞ്ഞുമക്കളെ ആശുപത്രികൾ തകർക്കുന്നതിനെ, ജേർണലിസ്റ്റുകളെ കൊല്ലുന്നതിനെ, ആരോഗ്യ പ്രവർത്തകരെ കൊല്ലുന്നതിനെ ഒക്കെ ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് മാനുഫാക്ചറിങ് കൺസെന്റ്. എഡ്വേർഡ് ഹെർമനും നോം ചോംസ്കിയും ഒക്കെ പറഞ്ഞ മാനുഫാക്ചറിങ് കൺസെന്റ് ഓരോ ദിവസവും നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല രൂപത്തിൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്.